യാക്കോബ് 1:14-16 വരെ വായിക്കാം. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ദുർമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ്. ഇവിടെ തന്നെ ഫണ്ടമെന്റൽ പറയും, അല്ലാതെ അവൻ എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഇവൻ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതല്ല. ഇറ്റ് ഈസ് അവർ ഓൺ, ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഇൻസൈഡ് us. പറയുന്നത്, ബട്ട് ഈച്ച് വൺ ഈസ് ടെംപ്റ്റഡ് വെൻ ഹി ഈസ് ഡ്രോൺ അവേ ബൈ ഹിസ് ഓൺ ഡിസയേഴ്സ് ആൻഡ് എൻറ്റൈസ്ഡ്. ആരാ എൻറ്റൈസ് ചെയ്യുന്നത്? ലോകം. ആൻഡ് യു ഫോൾ ഫോർ ഇറ്റ്. ലോകത്തിൻ്റെ എപ്രൂവൽ, ലോകത്തിൻ്റെ എപ്രൂവൽ എന്നാ മലയാളത്തിൽ പറയുന്നത്? അംഗീകാരം. യെസ്, ലോകത്തിൻ്റെ അംഗീകാരം തേടി മനുഷ്യൻ എന്ത് പറയും? ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അവരെന്നോട് എന്ത് പറയും? അവരെന്നെ എങ്ങനെ കണക്കാക്കും? അതുകൊണ്ട് വചനം ഞാൻ വെച്ചിട്ട് ലോകത്തിൻ്റെ പുറകെ പോവാം. അടുത്ത വചനം വായിച്ചേ. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഏത് മോഹമാണ്? ഗ്രേറ്റസ്റ്റ് മോഹം ഈസ് അപ്രൂവൽ ഓഫ് മാൻ. മനുഷ്യന്റെ അംഗീകാരമാണ് ഏറ്റവും വലിയ മോഹം. കാരണം എന്താണ്? ധനവാനാകുമ്പോൾ അവൻ ആദ്യം പറയുന്നത് എന്താണ്? ഐ ഹാവ് അറൈവ്ഡ്, അല്ലേ? സമൂഹത്തിന് മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നു. ഹി വാണ്ട്സ് ടു ബി അപ്രൂവ്ഡ് ബൈ മാൻ. അപ്രൂവൽ ഓഫ് മാൻ, അതാണ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. നമുക്കറിയാം, യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദ പ്രൈഡ് ഓഫ് ദ ഫ്ലെഷ്, ദ ലസ്റ്റ് ഓഫ് ദ ഫ്ലെഷ്, ദ ലസ്റ്റ് ഓഫ് ദി ഐസ് ആൻഡ് ദ പ്രൈഡ് ഓഫ് ലൈഫ്. വായിക്കാം. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത്. Do not be deceived. ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. But each one is tempted when he is drawn away by his own desires and enticed. Then when desire has conceived, ഗർഭം ധരിച്ചു, പിന്നെ ആ ഡിസയറിന് എന്താ സംഭവിക്കുന്നത്? It gives birth to sin. And sin, when it is fully grown, brings forth death. ഒരു നിത്യ മരണം. It says, do not be deceived, my beloved brethren. സഹോദര സഹോദരി, യേശു ക്രിസ്തുവിനെ അനുഗമിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തിരികെ നോക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, is not fit for the kingdom of God. A person who has put his hand on the plow and turns back is Lord's wife. It's not fit for the kingdom of God. മനുഷ്യൻ എന്താ പറയുന്നത് നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് എന്താ പറയുന്നത്, that is more important. Are you with me? Hallelujah. കാരണം നമ്മൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ മനുഷ്യൻ്റെ ചിലപ്പം യു വിൽ ഹാവ് ടു ഏൺ ദ എന്നാ പറയുന്നത്, മനുഷ്യൻ്റെ ഒരു ഡിസ്റെസ്പെക്റ്റും അവൻ്റെ ദേഷ്യവും അരിശവും ഒക്കെ നമ്മൾ ഇത് വരും. ബട്ട് ദാറ്റ് ഇസ് എ പ്രൈസ് ആൻഡ് ഇസ് വെൽ പെയ്ഡ്. ബിക്കോസ് അതിൻ്റെ റിവാർഡ് എന്താണ്? ദി അപ്രൂവൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ അംഗീകാരം. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 11-6 വചനത്തിൽ, വിതൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു please God, and those who come to him must believe that he is, and that he is a rewarder of those who diligently seek him. അവനെ അന്വേഷിക്കുന്നവനെ അവൻ പ്രതിഫലം നൽകുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം അവിടെ രണ്ട് വൃക്ഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? ഒന്ന് ജീവന്റെ വൃക്ഷം, മറ്റേത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ടു ട്രീസ് എന്ന് പറയുമ്പോൾ പലവർക്കും ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിനൊക്കെ ആയിരിക്കും ഓർക്കുന്നത്, ടു ട്രീസ് റെസ്റ്റോറൻറ്റ്. ഹല്ലേലൂയ. പക്ഷേ ഇത് ഈദൻ തോട്ടത്തിലുള്ള രണ്ട് മരങ്ങളാണ്. ഒന്ന് ട്രീ ഓഫ് ലൈഫ്, ജീവൻ്റെ വൃക്ഷമാണ്. വെളിപാട് പുസ്തകം 22-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം ആ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പെട്ടെന്ന് വായിക്കോ. നഗരവീതിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. അത് മാസം തോറും ഫലം തരുന്നു. ആ വൃക്ഷത്തിന്റെ ഇലകൾ ജനതകളുടെ രോഗശാന്തിക്ക് വേണ്ടിയുള്ളതാണ്. അത് ജീവന്റെ വൃക്ഷം തന്നെയാണ്. പിന്നെ അടുത്ത വൃക്ഷം എന്താണ്? ഇറ്റ്സ് എ ട്രീ ഓഫ് ലോ, ദ ട്രീ ഓഫ് കോൺഷ്യൻസ്. കോൺഷ്യൻസ് പറയുന്നതാണ്, ദർ ഇസ് എ ഇന്നർ ഫീലിംഗ്, അല്ലേ? ഒരു മനസാക്ഷി, ഫീലിംഗ്. That manasakshi can be, feeling can be directed by 2 types of spirits. One is the Holy Spirit or the evil spirit. Are you with me? The Holy Spirit is the Spirit of God.
The evil spirit is the spirit of the flesh. ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ാമത്തെ വചനം പറയുന്നുണ്ട്. It is the spirit that gives life. The flesh profits nothing. The words that I speak to you, they are spirit and they are life. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ നിന്നാണ്? അതിൻ്റെ ഉറവിടം എവിടെയാണ്? ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. സോ ദൈവത്തിൻ്റെ വചനം എന്താണ്? ഇസ് എ ട്രീ ഓഫ് ലൈഫ്. അപ്പോൾ നമ്മൾ നമ്മുടെ കോൺഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഡിവിഷൻ ബിറ്റ്വീൻ ദ ഫ്ലെഷ് ആൻഡ് ദ സ്പിരിറ്റ്. യു ക്യാൻ ബി ഓൾവേസ് ഡിസീവ്ഡ്. പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഡിസെപ്ഷൻ ഒന്നും വരികയില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനം 119 105-ാമത്തെ വചനം പറയുന്നത് എന്താണ്? നിന്റെ വചനം എൻ്റെ പാദത്തിന് ഒരു വിളക്കും പാതയ്ക്ക് ഒരു വെളിച്ചവുമാണ്. അപ്പോൾ എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ ആശ്രയിക്കുന്നത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്, എൻ്റെ കോൺഷ്യൻസ് അല്ല. കാരണം എൻ്റെ കോൺഷ്യൻസ് ഈസ് സബ്ജക്റ്റ് ടു ഇൻഫ്ലുവൻസ്, അല്ലേ? കോൺഷ്യൻസ് ഒരു കൊലയാളിക്ക് കൊല ചെയ്യുന്നതിന് കോൺഷ്യൻസ് ഉണ്ടോ? ഹലോ, ഉണ്ടോ? There is no conscience. He is doing a job. There is no conscience. അതേ സമയത്ത് വേറൊരു വ്യക്തിക്ക് ഒരാളെ ഇടിക്കാൻ പോലും തോന്നുകയില്ല. Again, that is conscience. പക്ഷെ ഒരാളുടെ കോൺഷ്യൻസ് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു വ്യക്തിയെ ഉപദ്രവിക്കാൻ പോലും പാടില്ല. മറ്റേയാളുടെ കോൺഷ്യൻസ് പറയുന്നതാണ് അയാളുടെ 2-3 പേരെ കൂടെ കൊന്നാലും ഒരു കുഴപ്പമില്ല. സോ കോൺഷ്യൻസ് ക്യാൻ ചേഞ്ച്, അല്ലേ? കോൺഷ്യൻസ് ഓരോ വ്യക്തിയുടെയും ഫീലിങ്സ് അനുസരിച്ചാണ്. ഫീലിങ്സ് നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്നതാണ്. ഫീലിങ്സ് വരുന്നത് ആത്മാവിൽ നിന്നല്ല. ആർ യു വിത്ത് മീ? വചനത്തിന് ഫീലിങ്സ് ഇല്ല. ഹലോ, വചനം യെസ് എന്ന് പറഞ്ഞാൽ യെസ്, നോ എന്ന് പറഞ്ഞാൽ നോ, അതിനപ്പുറമില്ല. കോൺഷ്യൻസ് ഈസ് ഫ്ലെക്സിബിൾ. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ കോൺഷ്യൻസിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യേണ്ടത്, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. വാട്ട് ഡസ് എ വേർഡ് സേ? അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് തെറ്റുവരുന്നതാണ്. നമ്മൾ ഒരു തീരുമാനമെടുക്കുന്നത് ഐ ഫീൽ ഇറ്റ് ഇസ് ലൈക്ക് ദിസ്, ഐ ഫീൽ ഇറ്റ് ഇസ് ദാറ്റ് വേ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തീർച്ചയായിട്ടും തോന്നുന്നത് ഇങ്ങനെയാണ്. തോന്നലിനല്ല പ്രിയപ്പെട്ടത്, തോന്നലിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ നമ്മുടെ ജീവിതം നയിക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ദൈവത്തിൻ്റെ വചനം യെസ് എന്ന് പറഞ്ഞാൽ യെസ്, ദൈവത്തിൻ്റെ വചനം നോ എന്ന് പറഞ്ഞാൽ നോ, വാട്ട് എവർ ബി ദ കോൺസിക്വൻസസ്. ആർ യു വിത്ത് മീ? അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക ഞാൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മതിലേലും അല്ലെങ്കിൽ 2 ബോട്ടയിലുമാണ് നമ്മുടെ യാത്ര. ഹല്ലേലൂയ. അതൊക്കെ അവസാനിപ്പിക്കേണ്ട സമയമായി. അതുകൊണ്ടാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 6 മുതൽ 8 വചനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ കോൺഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തോന്നൽ അല്ലെങ്കിൽ ഫീലിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ മനുഷ്യനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. യാക്കോബ് 1:6 മുതൽ 8 വരെ. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത്. ഒന്നും കിട്ടുകയില്ല. ബിക്കോസ് ഹീസ് ഡബിൾ മൈൻഡഡ്. അവനെ നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമല്ല. കാരണം നമുക്കറിയാം ദൈവത്തിൻ്റെ മകൻ എന്നുള്ളതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? റോമൻസ് 8-ാമത്തെ അധ്യായം പറയുന്നുണ്ട്, ഫോർ ആസ് മെനി ആസ് ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ആർ സൺസ് ഓഫ് ഗോഡ്. അപ്പോൾ അവൻ്റെ തോന്നൽ അവൻ്റെ കോൺഷ്യൻസ് ആണോ? അല്ല. അവിടെ പറയുന്നത് ആസ് മെനി ആസ് ആർ ലെഡ് ബൈ ഹിസ് കോൺഷ്യൻസ് ആർ സൺസ് ഓഫ് ഗോഡ് എന്നല്ല പറയുന്നത്. ആസ് മെനി ആസ് ആർ ലെഡ് ബൈ ഹിസ് ഫീലിംഗ്സ് ആർ സൺസ് ഓഫ് ഗോഡ് എന്നല്ല പറയുന്നത്. ഫോർ ആസ് മെനി ആസ് ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദിസ് ഈസ് സ്പിരിറ്റ്. ദ വേർഡ്സ് ദാറ്റ് ഐ സ്പീക്ക് ടു യു, ദേ ആർ സ്പിരിറ്റ് ആൻഡ് ദേ ആർ ലൈഫ്. For as many as are led by the word of God are sons of God, are daughters of God. It's not our feelings, it is not our conscience. Hallelujah. It's time we woke up from here. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് ദൈവത്തിൻ്റെ ശിഷ്യനാണ് എന്ന് പറയുന്ന വ്യക്തികൾ ആരൊക്കെയുണ്ട് ഇവിടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾക്കൊരു ദൗത്യമുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 16 മുതൽ 21 വരെ ഒന്ന് വായിക്കുക. നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ രക്ഷിച്ചത് ഒരു പ്രവൃത്തി, ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. ആ ദൗത്യം നമ്മൾ ചെയ്യുന്നുണ്ടോ?
ദൈവത്തിൻ്റെ വചനം അറിയാത്തതും ആ അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ അനുസരിക്കാത്ത വ്യക്തികളോട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനം ഇതാണ് പറയുന്നത്, ഇതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഇതാണ്. വായിച്ചേ, എസെക്കിയേൽ 3:16 മുതൽ 21 വരെ. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കി. ഇത് ദൈവം എസെക്കിയേൽ പ്രവാചകനോട് പറഞ്ഞതല്ല സഹോദര സഹോദരി. ഇത് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി ചോദിക്കുകയാണ്. ദേവപുത്ര, വായിക്കുക. മനുഷ്യപുത്ര, ഞാൻ നിന്നെ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എന്റെ അധരങ്ങളിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ നീ എൻ്റെ താക്കീത് അവരെ അറിയിക്കണം. തീർച്ചയായും നീ മരിക്കും എന്ന് ദുഷ്ടനോട് ഞാൻ പറഞ്ഞിട്ടും നീ അവനെ ശാസിക്കാതിരുന്നാൽ, അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൻ്റെ ദുഷിച്ച വഴിയെപ്പറ്റി നീ താക്കീത് ചെയ്യാതിരുന്നാൽ, ആ ദുഷ്ടൻ അവൻ്റെ പാപത്തിൽ മരിക്കും. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. ഹല്ലേലൂയ. അവൻ്റെ രക്തത്തിന് ആരാണ് ഉത്തരവാദി? If you do not warn. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ട് സത്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ ബിക്കോസ് ഓഫ് ഡെലിക്കസി, അവനെന്ത് വിചാരിക്കും, അവനെന്ത് പറയും, സമൂഹത്തിലുള്ളവർ നിന്നെ ഒരു ഫാനറ്റിക് എന്ന് വിളിക്കുകയല്ലേ എന്നൊക്കെ വിചാരിച്ച് താക്കീത് കൊടുത്തിട്ടില്ലെങ്കിൽ സമൂഹം നിന്നെ കെട്ടിപ്പിടിക്കും. ആ കെട്ടിപ്പിടിക്കുന്നത് മരണമായിരിക്കും പ്രിയപ്പെട്ടവരെ. കാരണം അവരുടെ രക്തത്തിന് ഉത്തരവാദി നീ ആയിരിക്കും. നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ അവൻ തൻ്റെ പാപത്തിൽ മരിക്കും. എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും. നീതിമാൻ തൻ്റെ നീതി വെടിഞ്ഞ് തിന്മ പ്രവർത്തിച്ചാൽ അവൻ വീഴാൻ ഞാൻ ഇടയാക്കും. അവൻ മരിക്കും. നീ അവനെ ശാസിക്കാതിരുന്നതിനാൽ അവൻ തൻ്റെ പാപം നിമിത്തം മരിക്കും. അവൻ ചെയ്തിട്ടുള്ള നീതിനിഷ്ഠമായ പ്രവൃത്തികൾ അനുസ്മരിക്കപ്പെടുകയില്ല. അവൻ്റെ രക്തത്തിന് ഞാൻ നിന്നെ ഉത്തരവാദിയാക്കും. പാപം ചെയ്യരുതെന്ന നിന്റെ താക്കീത് സ്വീകരിച്ച് നീതിമാനായ ഒരുവൻ പാപം ചെയ്യാതിരുന്നാൽ അവൻ തീർച്ചയായും ജീവിക്കും. കാരണം അവൻ താക്കീത് സ്വീകരിച്ചു. നീയും നിന്റെ ജീവനെ രക്ഷിക്കും. അപ്പോൾ താക്കീത് കൊടുക്കുവാനായിട്ട് ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ സഹോദര സഹോദരി? ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മളും ഒരു ദിവസം ദൈവത്തിൻ്റെ ന്യായസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. നീ എന്തുകൊണ്ട് നിൻ്റെ സഹോദരനെ, സഹോദരിയെ, നിൻ്റെ മാതാവിനെ, പിതാവിനെ, സഹോദരമായ നിൻ്റെ ബന്ധുക്കളെ, മിത്രങ്ങളെ, എല്ലാവരെയും നിനക്ക് അവസരം കിട്ടിയവരോടത്തൊക്കെ നീ എന്തുകൊണ്ട് അവർക്ക് താക്കീത് കൊടുത്തില്ല? ഉത്തരം കൊടുക്കേണ്ടി വരും പ്രിയപ്പെട്ടവരെ. ഇത് എസെക്കിയേലിന് മാത്രം പറഞ്ഞതല്ല, ഇത് എല്ലാവരോടും നമ്മൾ വ്യക്തിപരമായി ദൈവം പറയുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൻ്റെ ആ വചനത്തിൽ നിന്ന് മാറി സാത്താൻ്റെ ആ കബളിപ്പിൽ എന്ന് പെടുന്നതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, നമുക്ക് ദൈവം ആരാണ് എന്ന് അറിഞ്ഞുകൂടാ. ദൈവം ഹീ ഈസ് മോർ ദാൻ സഫിഷ്യൻറ്റ്, എനിക്ക് എല്ലാത്തിലും മതിയായവനായ ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്നത് എന്ന് അറിയാത്തത് കൊണ്ട്. ദാറ്റ് ഇസ് വൈ നമ്മൾ ആ ദൈവത്തെ മാറ്റിവെച്ചിട്ട് നമ്മൾ ലോകത്തെ മുറുകെ പിടിക്കുന്നത്. ദൈവത്തിൻ്റെ അംഗീകാരം വേണ്ട എന്ന് വെച്ചിട്ട് ലോകത്തിൻ്റെ അംഗീകാരം തേടുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവം എന്നെ സംബന്ധിച്ച് എല്ലാത്തിലും മതിയായവനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറി തരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നതെങ്കിൽ, എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, പിന്നെ ഞാൻ എൻ്റെ ആശ്രയം ആ ദൈവത്തിലാണ് കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ മനുഷ്യൻ്റെ അംഗീകാരം തേടേണ്ട ആവശ്യമില്ല. ഞാൻ തേടേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ അംഗീകാരമാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, ആദവും ഔവയും അല്ലെങ്കിൽ ഔവ ആണ് തുടങ്ങിയത്. ഔവ ആ കനി ഭക്ഷിക്കേണ്ടതിൻ്റെ മുഖ്യ കാരണം എന്താണ്? മുഖ്യ കാരണം സാത്താൻ അവളോട് പറഞ്ഞു, ഇത് ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തെ പോലെ ആകും. ദൈവത്തിൽ നിന്നുള്ള ആശ്രയം മാറ്റി they wanted to be independent. അല്ലേ? ദൈവത്തെ പോലെ ആകും എന്നുള്ള ആ അറിവ് അവൾക്ക് കിട്ടിയപ്പോൾ ആ അറിവ് അവളെ ദൈവത്തെ മാറ്റിവെച്ചിട്ട് ആ കനിയെ ആശ്രയിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അത് സാത്താൻ്റെ വലിയ കബളിപ്പായിരുന്നു. കാരണം
അവൾ ആരായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലായിരുന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 27, 28, 26, 27 വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് ദൈവം അവരെ അവൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. Then God created them in his image and likeness. ഒന്ന് വായിച്ചേ 127. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തി പിന്നെ എന്തിനു ദൈവത്തെ പോലെ ആകണം? He was already like God because he was created already in the image and likeness of God. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? He was already what she wanted to become. Are you with me? അവള് ആകാൻ ആഗ്രഹിച്ച ആ അവസ്ഥയിലായിരുന്നു അവള് ആഗ്രഹത്തിന് മുമ്പ് തന്നെ. പക്ഷെ അത് ഗ്രഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് സാത്താൻ്റെ കബളിപ്പിൽ പെട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു സത്യം ഇതാണ്. യേശു ക്രിസ്തുവിൻ്റെ ആ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നമ്മൾ വരുമ്പോൾ അവൻ്റെ when you are under the lordship of Jesus Christ, you are already a son of God and a daughter of God. ദൈവം നമ്മളെ അനുഗ്രഹിച്ച ഒരു ജനമാണ്. പിന്നെ നമ്മൾ സാത്താൻ്റെ ഈ ലോകത്തെ ആശ്രയിക്കേണ്ട ഒരാവശ്യവുമില്ല. കാരണം എൻ്റെ പിതാവ് സർവശക്തനായ ദൈവമാണ്. Are you with me? അതുകൊണ്ടാണ് നമ്മൾ ആ അറിവ് നമുക്ക് ഉൾക്കൊള്ളുവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ലോകത്തെയോ അതിൻ്റെതായ ഒന്നിനെയും ഞാൻ തേടുകയില്ല. കാരണം ഈ ലോകം തരാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യം തരാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ മകനാണ് ഞാൻ. ഹല്ലേലൂയ. Are you with me? So I will not depend on the world. ലോകം എന്ത് പറഞ്ഞാലും I don't care because I belong to Jesus. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ലോകത്തിൻ്റെ അവിടെ പോയി വാലാട്ടി ഇങ്ങനെ നടക്കുന്നത്. പട്ടിയെ പോലെ ലോകത്തിൻ്റെ വാലാട്ടി നിൽക്കുക. യേശു ക്രിസ്തുവിനെ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ഇവിടെ ഇടുകയും ചെയ്യും. എന്നിട്ട് ഒരു അവസരം വരുമ്പോൾ ലോകത്തിൻ്റെ അവിടെ പോയി വാല് ആട്ടി നിൽക്കുക. It is because you lack knowledge. ഹോസിയ പ്രവാചകന്റെ പുസ്തകം പറയുന്നുണ്ട്, my people are being destroyed for lack of knowledge. Are you with me? ഒന്ന് വായിച്ചേ ഹോസിയ 4:6. എന്റെ ജനം നശിച്ചു പോവുകയാണ്, അജ്ഞത മൂലം നശിച്ചു പോവുകയാണ്. They don't know who they are. I want to tell you, if you are under the lordship of Jesus Christ, you are a son of God. You are a daughter of God. ഇത്രയും വലിയ പദവിയിൽ ദൈവം നമ്മളെ ഉയർത്തി കഴിഞ്ഞിട്ട് ഈ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ അതിന് പോണോ? No, that is the greatest foolishness. ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്, അജ്ഞത മൂലം എൻ്റെ ജനം നശിച്ചു പോവുകയാണ്. Due to ignorance of who they are, because of an identity crisis. Hallelujah. ഇത് നമ്മൾ അതിനൊക്കെ I hope ഒരു ചേഞ്ച് will happen. കാരണം എന്താ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെയൊക്കെ അടിത്തറ ഇതാണ്, ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ഒന്ന് വായിക്കുക 1 John 3:1-3. അവിടെ പറയുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ. ഒന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തിൻ്റെ മകൻ മകളാന്ന് പറ. Why don't you brainwash yourself? It's time you brainwash yourself. 1 John 3:1-3. കണ്ടാലും look. Hallelujah. എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. എത്ര വലിയ സ്നേഹം. ആർക്ക് വിശ്വസിക്കുന്നു പിതാവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന്? ഹല്ലേലൂയ. ആ സ്നേഹത്തിന് അളവില്ല പ്രിയപ്പെട്ടവരെ, അളവില്ലാത്ത ആ സ്നേഹമാണ്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. He has given you a new address. എന്താണ്? ദൈവമക്കൾ. പ്രിയപ്പെട്ടവരെ, this is something നമ്മൾ രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ ആദ്യം പറയേണ്ട ഇതാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. ഹല്ലേലൂയ. വാക്യം, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. ലോകം അതിന് സംശയമില്ല, അങ്ങനെയാണ്. നമ്മൾക്ക് അത് അറിയാം എന്ന് പറഞ്ഞേ, എനിക്കറിയാം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് മകളാന്ന് പറ. പക്ഷേ ഭാഗ്യ ലോകത്തിന് അത് ലോകം നമ്മെ അറിയുന്നില്ല. കാരണം അത് അവിടത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല.
എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടത്തെ പോലെ ആകും. നാം ആരെ പോലെയാകും? അവിടുത്തെ പോലെയാകും. അതുകൊണ്ട് ഞാൻ പോയി കനി ഭക്ഷിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പോയിട്ട് ഈ ലോകത്തിന്റെ നക്കേണ്ട ആവശ്യമില്ല. എന്റെ വാലാട്ടേണ്ട ആവശ്യമില്ല. Are you with me? Because the most important day is when he comes. ഇവിടെ കുറെ ഡ്രാമയൊക്കെ കളിച്ചു നിന്നിട്ടും ഒരു കാര്യമില്ല. അവൻ വരുമ്പോൾ അവൻ്റെ കൂടെ എടുക്കപ്പെടുമോ? ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഇവിടെ പറയുന്നത് അവൻ വരുമ്പോൾ നമ്മളും അവനെ പോലെ ആകും. That is the most important or the most എന്താ പറയുന്നത്, the only assurance that you need today. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ്. അങ്ങനെ വിശ്വസിക്കുന്നവര് അവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ അവനെ തന്നെ ഒരുക്കും, പരിശുദ്ധനായി ഒരുക്കും. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധനാകുന്നത്? ലൈഫ് ബോയ് സോപ്പിൽ പോയി എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് കുളിച്ചാൽ പരിശുദ്ധനാവുമോ? യെസ്. എഫിഷ്യൻസി പറയുന്നുണ്ട്, ബൈ ദ വാഷിംഗ്. ഒന്ന് വായിക്കുക, എഫിഷ്യൻസ് 5:25 അല്ലേ? Cleansed by the washing of the water by the word. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. Hallelujah. So എങ്ങനെയാ? You purify yourself by obedience to the word. അങ്ങനെ വചനം അനുസരിച്ച് ആ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി കാത്തു നിൽക്കണം. അല്ലാതെ വചനം പ്രെയർ മീറ്റിങ്ങിന് വരുമ്പോൾ വചനമൊക്കെ പറയും, എന്നിട്ട് ഇതൊക്കെ വിശ്വസിക്കും, ഇതൊക്കെ 2 ഹല്ലേലൂയ പറയും, എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇത് മടക്കി വെച്ചിട്ട് ബാഗിലിട്ടിട്ട് പുറത്ത് ചെല്ലുമ്പോൾ ലോകത്തിന്റെ വാലാട്ടി നിൽക്കുന്നതല്ല. That is not purifying yourself. Purifying yourself is taking a stand for God. പ്രെയർ മീറ്റിങ്ങിൽ വരുമ്പോഴും സ്റ്റാൻഡ് എടുക്കണം, പുറത്ത് പോകുമ്പോഴും അതേ സ്റ്റാൻഡ് ആയിരിക്കണം. അല്ലാതെ പ്രേയർ മീറ്റിംഗ് ഇരിക്കുമ്പോൾ ഈ വഞ്ചിയില്ല, ഹല്ലേലൂയ ഹല്ലേലൂയ, പുറത്ത് ചെല്ലുമ്പോൾ ഈ വഞ്ചിയില്ല. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ഒരേ ഒരു വഞ്ചിയേ ഉള്ളൂ, യേശു ക്രിസ്തു ആവുന്ന ആർക്ക്. ദ നോയുടെ ആർക്ക് യേശു ക്രിസ്തുവിനെ പ്രതികരിക്കുന്നവരാണ്. യു മസ്റ്റ് ഗെറ്റ് ഇൻ ടു ഇറ്റ് ബിഫോർ ദ ഫ്ലഡ്. ഫ്ലഡ് വന്നു കഴിഞ്ഞിട്ട് കയറാൻ പറ്റുകയില്ല, കാരണം ദൈവം അത് അടയ്ക്കും. ദൈവം അടച്ചത് ആർക്കും തുറക്കാൻ പറ്റുകയില്ല. Are you with me? So it is time. നമ്മൾക്ക് ഇന്ന് സമയമുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ, we have to examine our lives. നമ്മൾ പോകുന്ന രീതി, നമ്മുടെ പ്രവൃത്തി, സംസാരം എല്ലാം ശരിയാണോ, വചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ട സമയമാണ്. കാരണം ദൈവത്തിന്റെ വചനം നാം പറയുന്നുണ്ടല്ലോ, അവന്റെ വരവ് ആർക്കും അറിഞ്ഞുകൂടാ. He comes like a thief. So be prepared. Every day be prepared. Today may be the day that he is going to come in all his glory. അന്ന് അവനോടുകൂടി എടുക്കപ്പെടണം, അവൻ്റെ മണവാട്ടിയായിട്ട് ഒരുങ്ങണം. കറയോ ചുളുവോ ഒന്നുമില്ലാതെ അവന് വേണ്ടി കാത്തു നിൽക്കണം. കാരണം നമുക്ക് ഭയം എന്താണ്? ലാക്ക്, ഫിയർ. എപ്പോഴും നമ്മുടെ ഭയം കുറവിനെ കുറിച്ചാണ്. പക്ഷെ ദൈവത്തിൻ്റെ വചനം ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ 4-19 വചനം പറയുന്നുണ്ട്, മൈ ഗോഡ് ഷൽ സപ്ലൈ ഓൾ യുവർ നീഡ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ് ഇൻ ഗ്ലോറി ബൈ ക്രൈസ്റ്റ് ജീസസ്. നമ്മുടെ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ തരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ്. പിന്നെ 2 തിമോത്തി 1-7 വചനം പറയുന്നുണ്ട്, നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ഒരു ആത്മാവല്ല, അതിനുപരി ആ ആത്മാവ് എന്താ? ശക്തിയുടെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, സുബോധത്തിൻ്റെ ആത്മാവ് അല്ലേ? He has not given us a spirit of fear, but he has given us a spirit of power and of love and of a sound mind. ലോകത്തെ നമ്മൾ, you don't have to fear the world, because the world can do nothing. നമ്മൾ ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. പിന്നെ റോമൻസ് 8:15. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ആ പിതാവുമായിട്ടൊരു ബന്ധമുണ്ടാകണം. കാരണം എന്താണ്? ഒരു അടിമത്തത്തിൻ്റെ ആത്മാവിനെ എടുത്ത് മാറ്റി പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച് ദൈവം എന്നെ അവൻ്റെ സ്വന്തമാക്കി. So that I can now call out, Abba, my father. Abba, അല്ലെങ്കിൽ അപ്പച്ചാ. Hallelujah. Whatever you call your father, maybe it's daddy, അല്ലെങ്കിൽ അപ്പാ.
Whatever you call your father, you should be able to call the father. അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കണം. That is faith. That is, I listen to his word. So എന്നെ നയിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, അല്ലാതെ സാത്താൻ്റെ കബളിപ്പല്ല. I am not going to be a prey to his deception എന്ന് നമുക്ക് ധൈര്യപൂർവ്വം പറയണം. പക്ഷെ അതിനൊക്കെ ചില വില കൊടുക്കേണ്ടി വരും. ആ വില കൊടുക്കാൻ തയ്യാറുള്ളവരായിരിക്കും.